പറഞ്ഞ മിണ്ടാതിരിക്കാൻ. കുട്ടി അടിക്കല്ലേ, ആദ്യം വാ. പെൻ വേണം. അച്ഛനമ്മ ഒന്ന് പുറത്തിരിക്കും, ഞാൻ ആദ്യമായിട്ടും സംസാരിക്കില്ല. ആദ്യക്ക് പേന എന്തിനാ? എനിക്ക് പടം വരയ്ക്കാൻ. ആദ്യം പടം വരയ്ക്കോ? മെടുക്കൻ. ഞാനൊരു പേപ്പർ തരാം കേട്ടോ. നോക്കൂ, അങ്കിളിനൊന്ന് പടം വരച്ച് കാണിക്കോ. ആദ്യം എന്താ വരയ്ക്കുന്നേ? ഓ, വെരി ഗുഡ്, മിടുക്കൻ. നമുക്കിനി ആൽഫബറ്റ്സ് വരച്ചാലോ? ആദ്യം എന്തിനാ കുത്തി വരച്ച്? എനിക്ക് പഠിക്കാൻ ഇഷ്ടമല്ല. ഓ വേണ്ട 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 വേണ്ട, ആദ്യക്ക് പഠിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പഠിക്കണ്ട. അതൊക്കെ പോട്ടെ. ഈ ഡോക്ടർ അങ്കിൾ ചോദിച്ച ആദ്യം സത്യം പറയൂ. സത്യം. സത്യം. ആദ്യം അച്ഛൻ എന്തിനാ തല്ലും? അച്ഛനും അമ്മയും തല്ലും. നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കും, അതൊക്കെ നടപ്പിലാക്കും. ഭാര്യ എന്ന ഒരു പരിഗണന പോലും ഇല്ല. അറ്റ്ലീസ്റ്റ് ഒരു ജോലിക്കാരുടെ സ്ഥാനമെങ്കിലും തരണം. എടി, നീ എവിടെയാണ് ഈ ചാടിക്കൊണ്ട് പോണത്? എന്റെ പെങ്ങൾക്ക് ഒരു ആവശ്യം വന്നപ്പോ എന്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ കുറച്ച് പൈസ കൊടുത്ത്. അത് നിന്റെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യം തോന്നുന്നു. ഓ, എന്റെ സഹോദരനൊരു ആവശ്യം വന്നിട്ട് കഴിഞ്ഞ ആഴ്ച 10,000 രൂപ വെച്ചപ്പോ നിങ്ങളുടെ കയ്യിൽ എടുക്കാനുണ്ടായിരുന്നില്ലല്ലോ. സൗകര്യമല്ലേ കൊടുക്കാൻ? അത് തന്നെ കാര്യം. അതാണ്, നിങ്ങൾക്ക് സൗകര്യമില്ല. എന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നിനും നിങ്ങൾക്ക് സൗകര്യമില്ല. എന്റെ സഹോദരൻ ഒരു 10,000 രൂപ അത് കടമായിട്ടാ ചോദിച്ചത്. അപ്പൊ ഇല്ലാത്ത പൈസ ഇപ്പൊ നിങ്ങൾക്ക് പൊട്ടി പുറപ്പെട്ടു വന്നു. എന്നാലേ ഇതും കൂടെ അറിഞ്ഞോ, നിന്റെ സഹോദരന്റെ ആവശ്യത്തിന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് ഒരു ചില്ലി പൈസ കിട്ടൂല. നീ കൊണ്ടുപോയി കേസ് കൊടു. അല്ലെങ്കിൽ എനിക്കറിയാം എന്റെ വീട്ടുകാർക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു പൈസ ഉണ്ടാവില്ല. അമ്മ, എനിക്ക് വിശക്കുന്നു. പഠിക്കാനിരിക്കുമ്പോ എന്തൊക്കെ വിശക്കോളാ? മര്യാദയ്ക്ക് വായിക്കാം അങ്ങോട്ട്. എനിക്ക് വിശക്കുന്നു. എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. മര്യാദയ്ക്ക് വായിക്കും. ശബ്ദം കേട്ടു വരുന്നിവിടെ. ഇനി ഇവിടുന്ന് എന്തെങ്കിലും ഒച്ച കേട്ടാ ഞാൻ ബാക്കി വന്ന് പിന്നെ തരും. ചേട്ടന് വേണിച്ചോ? അച്ഛാ, എന്താ? ഇങ്ങോട്ട് വേണം. നിന്റെ അടുത്ത് എത്ര തവണ പറഞ്ഞിട്ടുണ്ടോ അവൾ അടിക്കണ്ടെന്ന്? പറഞ്ഞിട്ടുണ്ടാ? നിനക്ക് എന്താ മനസ്സിലാവാത്തത്? എത്ര പറഞ്ഞത്? അവൻ എന്താ ഡോക്ടർ പറഞ്ഞ? ഡോക്ടർ, ഇനി അവൻ നന്നായില്ലെങ്കിൽ ഞാൻ വല്ല ദുർഗുണ പരിഹാര പാഠശാലയിലും കൊണ്ടാക്കും. ഏയ്, നിങ്ങൾ രണ്ടുപേരും റിലാക്സ് ചെയ്യൂ. ആദ്യക്കൊരു കുഴപ്പമില്ല. ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. പിന്നെ നിങ്ങൾ രണ്ടുപേരുടെ മോശം പാരന്റിങ് കൊണ്ട് അവൻ ചില കുരുത്തക്കേടുകളൊക്കെ കാണിക്കുന്നു. ഞങ്ങളുടെ മോശം പാരന്റിങ് ഒന്നോ? ഈ മനുഷ്യൻ കഷ്ടപ്പെടുന്ന പൈസ മുഴുവൻ അവർക്ക് വേണ്ടിയിട്ടാ ചെലവാക്കുന്നത്. ഡോക്ടർ, അവ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. അതല്ലാന്നൊന്നും അവൻ പറഞ്ഞിട്ടില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ രണ്ടുപേരും അവനെ തല്ലാറുണ്ടോ? ഇങ്ങേര് നല്ലോണം തല്ലാറുണ്ട്. ഡോക്ടർ, അവൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ ഞാൻ 2 കൊടുക്കാറുണ്ട്. പക്ഷെ ഞാൻ വടി വെച്ചാ കൊടുക്കാറ്. ഇവള് അങ്ങനെയല്ല, കൈ കിട്ടുന്ന എന്താന്ന് വെച്ചാൽ എടുത്ത് അങ്ങ് അടിക്കുക. അങ്ങനെയല്ല ഡോക്ടർ, ഞാൻ അവനെ കൈവച്ച അടിക്കാറുണ്ട്. പക്ഷെ അതവന് വേദിക്കാറ് പോലും ഇല്ല. അവൻ കരയുന്ന പോലും ഇല്ല. അവൻ കരയാത്തത് വേദനിക്കാത്തത് കൊണ്ടല്ല. നിങ്ങൾ രണ്ടുപേരും കൂടി വഴക്ക് കൂടിയിട്ട് ആ കുട്ടിയുടെ മാനസികാവസ്ഥ തന്നെ തെറ്റിയിരിക്കുക. മൊത്തം മരവിച്ച അവസ്ഥയാണ്. അതാണ് അവൻ കരയാത്തത്. ഈ ഫ്രസ്ട്രേഷൻ മുഴുവൻ തീർക്കുന്നത് വേദുവിന്റെ അടുത്തും കൂട്ടുകാരുടെ അടുത്തുമാണ്. വല്ലാത്തൊരു മെന്റൽ സ്ട്രെസ്സാണ് അവന്. വളരെയധികം ശ്രദ്ധിക്കണം. ഇനി വൈകിയാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല, പിടിച്ച കിട്ടില്ല. സത്യത്തിൽ നിങ്ങളായിരുന്നു ആദ്യം ഡോക്ടറെ കാണുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ചൈൽഡ്ഹുഡ് ട്രോമ ഇപ്പോഴും നിങ്ങളെ ഹണ്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ചൈൽഡ് ട്രോമ മനസ്സിൽ കിടക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കൊരു നല്ല പേരന്റ് ആവാൻ കഴിയില്ല. മനസ്സിലാവുന്നുണ്ടോ?
ഡോക്ടർ പറഞ്ഞത് സത്യം. എൻ്റെ കുട്ടിക്കാലത്തും ഇതുപോലൊരു ചൈൽഡ് ട്രോമ എനിക്കുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ എന്നെ സ്നേഹത്തോടൊന്ന് മോനെന്ന് വിളിക്കുന്ന ഒരു ഓർമ്മ പോലും എനിക്കില്ല. എപ്പോഴും ദേഷ്യത്തോട് മാത്രമേ എൻ്റെ അടുത്ത് പെരുമാറിയിട്ടുള്ളൂ. ചിലപ്പോൾ അത് കണ്ട് വളർന്നുകൊണ്ടായിരിക്കാം ഞാനും എൻ്റെ മോനോട് ഇങ്ങനെ പെരുമാറുന്നത്. കുട്ടികളെന്നത് ഒരു ഉത്തരവാദിത്തമാണ്. അവർ കളിമണ്ണ് പോലെയാണ്. നമ്മൾ എങ്ങനെയാണോ വാർത്തെടുക്കുന്നത് അതുപോലെ ആയിരിക്കും ആ രൂപം നിർമ്മിക്കപ്പെടുന്നത്. ആ ആദി, കയറുക. പാർക്കിലൊക്കെ കളിച്ചോ? പാർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? എടുക്കാൻ. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആദിയുടെ അംബീഷൻ എന്താണ്? നിങ്ങൾക്ക് വല്ല നിശ്ചയമുണ്ടോ? എനിക്ക് അവനൊരു ഡോക്ടർ ആക്കണം എന്നാണ്. അത് ശരി. ഡോക്ടർ, എനിക്ക് ഇവനൊരു IAS IPS ആവണമെന്നാണ്. കൊച്ചിലെ എനിക്കതിനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് കിട്ടാത്ത സാഹചര്യങ്ങളൊക്കെ ഞാൻ ഇവനെ ഒരുക്കി കൊടുക്കും. എനിക്കിവനെ അങ്ങനെ കാണാനാണ് ഇഷ്ടം. ഒരാൾക്ക് കളക്ടർ, ഒരാൾക്ക് ഡോക്ടർ. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ആഗ്രഹങ്ങളല്ലേ പറഞ്ഞു? അവന്റെ ആഗ്രഹം എന്താണെന്ന് ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അതിനവൻ ചെറിയ കുട്ടിയല്ലേ സർ, അവനിപ്പോ എന്താ ആഗ്രഹം ഉണ്ടാവാനാ? കുട്ടികൾക്കും ആഗ്രഹമുണ്ട്. അവനൊരു ഇൻഡിവിജ്വൽ അല്ലേ? ആദി, മോൻ പറ, മോൻ ആരാവണമെന്ന് ആഗ്രഹം? എനിക്ക് ഒരു സിംഗർ ആവണം. എന്നിട്ട് വലിയ വലിയ സ്റ്റേജിൽ പോയിട്ട് കുറെ അവാർഡ് മേടിക്കണം. He wants to be a big performer. നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? വെരി ഗുഡ്. ഡോക്ടർ, ഇവൻ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. ചോദിച്ചാലേ അറിയൂ. ആദിക്ക് നിങ്ങൾ കൂടുതൽ ശ്രദ്ധയും കെയറും കൊടുക്കണം. ആദിക്ക് മാത്രമല്ല, വേദുവിനും. എന്താ ആദി, അടുത്ത പ്രാവശ്യം ഈ ഡോക്ടർ ഞങ്ങളെ കാണാൻ വരുമ്പോൾ നല്ലൊരു പാട്ട് പാടിത്തരും. യു വാണ്ട് ടു ബി എ ബിഗ് പെർഫോമർ, റൈറ്റ്? യെസ്. ഗുഡ് ലക്ക്.